നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള രണ്ട് നടന്മാരാണ് നമ്മുടെ മമ്മൂക്കയും നമ്മുടെ ലാലേട്ടനും. അതുപോലെ ഇവരുടെ ആരാധകർ തമ്മിലുള്ള ഫാൻ ഫൈറ്റിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ലോക റിലീസായിട്ട് പടം നല്ല രീതിക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോഴും അവർ ഫാൻ ഫൈറ്റ് ആണ്. അത് ലോകയുടെ പേര് പറഞ്ഞ്. അപ്പോൾ ഈ ലോകയുടെ പേര് പറഞ്ഞ് ഇവർ മെയിൻലി ഫാൻ ഫൈറ്റ് ഉണ്ടാകുന്നതിന് കാര്യം എന്ന് വെച്ചാൽ വേറൊന്നും അല്ല. ഇപ്പോൾ ലോക എന്ന സിനിമ 100 കോടി എന്നൊരു വലിയൊരു അച്ചീവ്മെന്റ് കഴിഞ്ഞ് പോവുകയാണ്. അപ്പോൾ അത് വേറൊരു ലെവലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ലോകയെക്കുറിച്ചുള്ള പോസ്റ്റുകളുടെയും അതുപോലെ തന്നെ ഓരോ റീൽസുകളുടെയൊക്കെ താഴെയാണ് ഈ ഫാൻ ഫൈറ്റ് ഇപ്പോൾ മെയിലി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വേറൊന്നും ലോക ഓൾറെഡി 100 CR അടിച്ചു. അപ്പോൾ തന്നെ ഇവരിപ്പോൾ മെയിലി പറയുന്നതെന്ന് വെച്ചാൽ മമ്മൂക്കയ്ക്ക് 100 CR ഇല്ലെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മെയിൻലി അതിനെക്കുറിച്ചായിരിക്കും നോക്കാൻ പോകുന്നത്. വേറൊന്നുമല്ല, എന്തുകൊണ്ടായിരിക്കും നമ്മുടെ മമ്മൂക്കയ്ക്ക് 100 കോടി കളക്ഷൻ ഇല്ലാത്തതെന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുവാണെങ്കിൽ നമ്മുടെ മലയാളത്തിൽ ടോട്ടൽ ഒരു 12 സിനിമകളാണ് 100 കോടി ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു വലിയ അച്ചീവ്മെൻറ്റിലോട്ട് പോയിട്ടുള്ളത്. ആൻഡ് അതൊക്കെ ഏതൊക്കെ സിനിമകളാണെന്ന് ഞാനിപ്പോൾ വലിയതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാര്യം മലയാളത്തിൽ ഇപ്പോൾ നമ്മുടെ സിനിമകളെ ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് ഉറപ്പായിട്ട് അറിയാവുന്ന കാര്യമായിരിക്കും ഏതൊക്കെ സിനിമയാണ് നമ്മുടെ മലയാളത്തിൽ നിന്ന് 100 കോടി എന്നൊരു വലിയ അച്ചീവ്മെൻറ്റിലോട്ട് പോയിട്ടുള്ളതെന്ന്. എങ്കിലും നമ്മൾ ആ ഒരു ലിസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമെന്ന് വെച്ചാൽ നമ്മൾ മോഹൻലാൽ എന്നൊരു നടനെ ആ ലിസ്റ്റിൽ നിന്ന് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി ആ ലിസ്റ്റിലുള്ള ഒരു നടനോ അല്ലെങ്കിൽ ഒരു നടിക്കോ നമ്മുടെ മമ്മൂട്ടിയുടെ അത്ര സ്റ്റാർഡോ കാര്യങ്ങളോ ഒന്നും ഉള്ള ആളല്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായത് നമ്മുടെ മലയാള സിനിമയിൽ ഇപ്പം 100 കോടി ക്ലബ്ബിൽ കയറാൻ വേണ്ടിയിട്ട് സ്റ്റാർഡം ഒരു വലിയ ഫാക്ടർ അല്ല. സ്റ്റാർഡം വലിയ ഫാക്ടർ അല്ല എന്ന് പറയുമ്പോഴത്തേന് അതിനർത്ഥം ഒരിക്കലും മറ്റുള്ള നടന്മാർക്ക് സ്റ്റാർഡം ഇല്ലെന്നല്ല. അഫ്കോഴ്സ് എല്ലാവർക്കും സ്റ്റാർഡം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട്. ബട്ട് മറ്റ് ഇൻഡസ്ട്രികളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ, അതായത് നമ്മുടെ മലയാളത്തിൽ ഒരിക്കലും ഒരു സിനിമ 100 കോടി കളക്ഷനിലേക്ക് പോകുന്നത് കംപ്ലീറ്റ്ലി സ്റ്റാർഡം ബേസിലല്ല. അത് സിനിമ എങ്ങനെ ഉണ്ടെന്നുള്ള രീതിയിലാണ് കൂടുതലും പോകുന്നത്. ബട്ട് നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ സ്റ്റാർഡം ബേസിൽ എങ്ങനെയെങ്കിലും കളക്ഷൻ ഏറ്റവും കൂടുതൽ പോകുന്നുണ്ടെങ്കിൽ അത് മോഹൻലാൽ എന്നൊരു നടന്റെ പേരിലാണ്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ആളുടെ സ്റ്റാർഡം തന്നെയാണ്. ആളുടെ സ്റ്റാർഡം എന്ന് പറയുമ്പോഴത്തേന് ആൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഫാമിലി ഓഡിയൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ മമ്മൂട്ടിയുടെ കാര്യമാണ്. അപ്പോൾ ആളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതുപോലെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇത്രയും വലിയൊരു സ്റ്റാർ ആയിട്ടാണ് എന്തുകൊണ്ടാണ് ഒരു 100 കോടി ഇല്ലാത്തതെന്ന്. ഓക്കെ, അതിന്റെ ഉത്തരം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും മമ്മൂട്ടി എന്ന നടന് മോഹൻലാൽ എന്ന നടന്റെ അത്രയും ഫാമിലി സപ്പോർട്ട് ഇല്ലെന്നുള്ളതാണ്. മമ്മൂട്ടി എന്ന നടന് ഫാമിലി സപ്പോർട്ട് ഇല്ലെന്നല്ല പറയുന്നത്, പുള്ളിക്ക് ഓൾറെഡി നല്ല ഫാമിലി സപ്പോർട്ട് ഉണ്ട്. ബട്ട് ഒരിക്കലും മോഹൻലാൽ എന്ന നടനുള്ള അത്രയും ഫാമിലി സപ്പോർട്ട് മമ്മൂട്ടിക്ക് ഇല്ലെന്നാണ്. അപ്പം അതിന്റെ മെയിൻ ഒരു റീസൺ എന്ന രീതി എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇവർ രണ്ടുപേരും നമുക്ക് മലയാളികൾക്ക് നമ്മുടെ സ്വന്തം ആൾക്കാർ എന്ന രീതിയിൽ കാണുന്നവരാണെങ്കിൽ പോലും പലപ്പോഴും മോഹൻലാൽ എന്നൊരു നടൻ ആ ഒരു ഇമേജ് കളയാതെ കാത്തു സൂക്ഷിക്കുന്ന കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു കൈൻഡ് ഓഫ് ഫാമിലി മാൻ. പലപ്പോഴും നമ്മുടെ മമ്മൂട്ടിയുടെ കാര്യം നോക്കുവാണെങ്കിൽ ആൾ ആ ഒരു ഇമേജ് കോൺഷ്യസ് ആവാതെ പലപ്പോഴും വളരെ ക്രീപ്പി വില്ലൻ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഓൾറെഡി വിധേയിലെ നമ്മുടെ ഒരു ഇക്കോണിക് സാധനം ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ നമ്മുടെ ഭാസ്കര പട്ടേൽ. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പാലേരി മാണിക്യത്തിലെ നമ്മുടെ അഹമ്മദ് ഹാജി എന്ന് പറയുന്ന റോൾ. അതുപോലെ ഇപ്പോൾ ലാസ്റ്റ് വന്നേക്കുന്ന നോക്കുവാണെങ്കിൽ ഈ ഇടയ്ക്ക് വന്നതാണ് പുഴു, അതുപോലെ പ്രമേയുഗം. ഇതുപോലുള്ള വില്ലൻ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തത് കൊണ്ട് തന്നെ ആളുടെ ആ ഒരു ഫാമിലി ഓഡിയൻസിൽ നിന്നും ഒരു അകൽച്ച സംഭവിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. ഇത് മറിച്ച് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിലാണ് തോന്നുന്നതെങ്കിലും ഉറപ്പായിട്ടും പറയുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആളുടെ കുറച്ച് 100 കോടി ക്ലബ്ബിൽ കയറാൻ ചാൻസ് ഉണ്ടായിരുന്ന ബട്ട് കയറാതെ പോയ കുറച്ച് പടങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ പറയുന്നത് വെച്ചാൽ പോസ്റ്റ് കോവിഡ് ആയിട്ടുള്ള പടങ്ങളുടെ കാര്യമാണ്. അതിന് മുമ്പ് ആളുടെ അങ്ങനെ 100 കോടി കയറാൻ വേണ്ടി ചാൻസ് ഉള്ള പടങ്ങളൊന്നും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മുടെ ഭീഷ്മപർവം. നമ്മുടെ ബിഗ് ബിക്ക് ശേഷം നമ്മുടെ മമ്മൂട്ടി അതുപോലെ തന്നെ നമ്മുടെ അമൽ നീരദ് കോംബോയിൽ വന്നൊരു പടമായിരുന്നു ഭീഷ്മപർവം. പടത്തിനൊരു മിക്സ്ഡ് ടു പോസിറ്റീവ് റെസ്പോൺസ് ആണ്. ഓൾമോസ്റ്റ് പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് കൂടുതലും വന്നത്. എങ്കിൽ പോലും പടം 100 കോടിയിലേക്കൊന്നും പോയില്ല. കാരണം മറ്റൊന്നുമല്ല, ഫാമിലി അങ്ങനെ വലുതായിട്ട് കയറിയിട്ടില്ല പടത്തിന്. അതിന് എനിക്ക് തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ അമൽ നീരദ് എന്ന് പറയുന്ന ഡയറക്ടർ എല്ലാവരും എപ്പോഴും പറയും ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഡയറക്ടറാണ് എന്നൊക്കെ. ആളുടെ ആ ഒരു വേ ഓഫ് ഫിലിം മേക്കിംഗ് അത്ര ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ഈ കേരളത്തിൽ തന്നെ. അപ്പോൾ അതിൽ തന്നെ എനിക്ക് മെയിൻലി തോന്നിയിട്ടുള്ള കാര്യം ഫാമിലിക്ക് അങ്ങനെ അത്ര ആളുടെ പടങ്ങളോടോ വലിയ താല്പര്യമുള്ളതായിട്ട് തോന്നുന്നില്ല എനിക്ക്. അതാകണം ആ ഒരു പടത്തിന് അത്ര വലിയ കളക്ഷനിലേക്ക് പോകാൻ. ഒരുപക്ഷെ അതൊരു ഫെസ്റ്റിവൽ ടൈമിലൊക്കെ ഇറക്കിയിരുന്നെങ്കിൽ നല്ല രീതിക്ക് തന്നെ കളക്ഷൻ നേടിയെന്ന് എനിക്ക് തോന്നുന്നു. ഇനി അടുത്ത പടം നോക്കുവാണെങ്കിൽ നമ്മുടെ പ്രമേയുഗം. പ്രമേയുഗത്തിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് 2 വലിയ പടത്തിന് കൂടെ ക്ലാഷ് ആയത്. 2 വലിയ പടം ഇൻ ദ സെൻസ് എന്ന് പറയുന്നത് കാസ്റ്റിന്റെ കാര്യത്തിലല്ല. 2 പടവും നമ്മുടെ കേരളത്തിന് പുറത്തേക്ക് ഒരുപാട് റീച്ച് കിട്ടിയ 2 പടമായിരുന്നു. അതുപോലെ തന്നെ 2 പടവും നല്ല രീതിക്ക് തന്നെ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടി നല്ല രീതിക്ക് തന്നെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2 പടത്തിന് നല്ല എന്റർടൈൻമെന്റ് ഉള്ള ഒരു പടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫാമിലി കാര്യങ്ങൾ അവിടേക്ക് പോകും. പിന്നെ അഫ്കോഴ്സ് പ്രമേയുഗം എന്ന് പറയുന്ന ഒരു ഹൊറർ ജേണൽ വരുന്ന പടമാണ്. പോരാഞ്ഞിട്ട് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൂടി ആയിട്ടുള്ള പടമാണ്.
അങ്ങനെ ഒരു പടം ഒരിക്കലും ഫാമിലി ഓഡിയൻസ് തിരഞ്ഞെടുക്കില്ല കാണാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് മാത്രം തിയേറ്ററിൽ പോയി കാണത്തില്ലെന്ന് പറഞ്ഞ ആൾക്കാർ എനിക്കറിയാം. ഇനിയപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ അടുത്ത പടം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂർ സ്ക്വാഡാണ്. ഈ ഒരു പടം 100 കോടി കയറാതിരിക്കാൻ എന്തെങ്കിലും മെയിൻ റീസൺ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വലുതായിട്ട് എടുത്തു പറയാനൊന്നും ഇല്ല. കാരണം പടത്തിന് വേറെ ക്ലാഷ് റിലീസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. എന്നിട്ടും പടം 100 കോടിയിലേക്ക് പോയില്ല. എനിക്ക് തോന്നുന്നു 85 CR അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു പടത്തിന്റെ കളക്ഷൻ. പിന്നെ വേണമെങ്കിൽ ഈ ഒരു പടം ഒരു ഇൻവെസ്റ്റിഗേഷൻ കൈൻഡ് ഓഫ് ആണ്. ഒത്തിരി വലിയ എന്റർടൈൻമെന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഫാമിലീസ് കയറുന്നത്. എനിക്ക് തോന്നുന്നു എങ്കിലും അത്യാവശ്യം ഫാമിലിയൊക്കെ കയറിയ ഒരു പടമാണിതെന്ന്. ബട്ട് എങ്കിലും ഈ ഒരു പടം 100 കോടി കയറിയില്ല. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ടർബോ, ഇതുവരെ വന്ന പടങ്ങളിൽ നമ്മൾ ഇത്ര നേരം ഉണ്ടായിരുന്നതൊക്കെ നോക്കുവാണെങ്കിൽ കോമഡി കാര്യങ്ങളൊന്നും ഇല്ലെന്നൊക്കെ വിചാരിക്കാം. പക്ഷേ ടർബോയിൽ അത്യാവശ്യം ചെറുതായിട്ടൊക്കെ ചിരിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഫാമിലിക്ക് കയറി കാണാൻ പറ്റുന്ന പോലത്തെ ഒരു പടമായിരുന്നു ടർബോ. ബട്ട് എങ്കിലും പടത്തിന് അത്യാവശ്യം റെസ്പോൺസ് ഒക്കെ വന്നപ്പോഴത്തേന് പടത്തിന്റെ സ്റ്റോറി അത്ര പോരാ എന്നൊക്കെയായിരുന്നു മെയിൻലി ആൾക്കാർ പറഞ്ഞത്. അങ്ങനെ അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു പടവും 100 കോടി എന്നൊരു കളക്ഷനിലേക്ക് പോയില്ല. ഇനിയിപ്പോൾ ഈ എല്ലാ പടങ്ങളിലും മെയിൻലി എനിക്ക് തോന്നിയ ഒരു കാര്യം പടത്തെക്കുറിച്ചല്ല, ബട്ട് പടത്തിന്റെ അല്ലാതെ പടത്തെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. പ്രോപ്പർ ആയിട്ടുള്ള ടൈമിങ്ങിലല്ല പടങ്ങളൊന്നും റിലീസ് ആയെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഒരു പ്രോപ്പർ ആയിട്ടൊരു ഹോളിഡേ ടൈമിലോ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ ടൈമിലോ അല്ലെന്ന് തോന്നി ഈ പടങ്ങളൊന്നും റിലീസ് ആയത്. അതുപോലെ തന്നെ ഈ പടങ്ങളിലൊക്കെ എന്റർടൈൻമെന്റ് വാല്യൂ വളരെ കുറവാണ്. അതായത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഫാമിലീസ് കയറി കാണാൻ പാകത്തിലുള്ള എന്റർടൈൻമെന്റ് കുറവാണ്. അതുപോലെ തന്നെ റിലീസ് ടൈമൊക്കെ, അതായത് ഈ ബ്രഹ്മയുഗം പോലുള്ള എക്സ്പെരിമെന്റൽ പടങ്ങളൊക്കെ വേറെ മറ്റേ എന്റർടൈൻമെന്റ് വാല്യൂസ് ഉള്ള പടങ്ങളിലേക്ക് കൂടെ ഉറപ്പായിട്ടും കൊണ്ട് ക്ലാഷ് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മയുഗത്തിന് ആൾ കയറത്തില്ല. ഐ മീൻ ഫാമിലി ഓഡിയൻസ് കയറത്തില്ല. എനിക്ക് തോന്നുന്നപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ടൈമിങ് കാര്യങ്ങളൊക്കെ നോക്കി പ്രോപ്പറായിട്ട് ചാർട്ടൊക്കെ ചെയ്തിട്ട് റിലീസ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും കളക്ഷൻ കാര്യങ്ങളൊക്കെ ഇനിയും കൂടിയേനെ എന്ന്. അതുപോലെ ഇനി കളംകാവൽ എന്നൊരു പടം വരാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ആ ഒരു പടം 100 കോടി ആകുമോ എന്നൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ചോദിക്കുന്നതെന്ന് പറയുന്നതൊക്കെ കണ്ടു. എനിക്ക് പേഴ്സണലി ആ ഒരു സിനിമ 100 കോടിയിലേക്ക് പോകുമെന്ന് തോന്നുന്നില്ല. വേറൊന്നുമല്ല, ആ ഒരു സിനിമയിൽ മമ്മൂട്ടിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നൊരു വില്ലൻ ക്യാരക്ടറാണ്. മാത്രമല്ല അതൊരു കുറച്ച് ക്രീപ്പി വില്ലനായിട്ടാണ് എനിക്ക് മറ്റേ ഒരു ഗ്ലിംസ് ഒക്കെ കണ്ടപ്പോൾ തോന്നിയത്. അതൊരു എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള പടമായിട്ടൊന്നും തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു പടത്തിന് പോസിറ്റീവ് ഒക്കെ വന്നാൽ ഒരു ബ്രഹ്മയുഗം ലെവലൊക്കെ കളക്ഷൻ പോകാനേ ചാൻസ് ഉള്ളെന്ന്. ഓക്കെ, അപ്പോൾ ഇനി എനിക്ക് കുറച്ച് ഫാൻസിനെ കുറിച്ചാണ് കാര്യങ്ങൾ പറയാനുള്ളത്. അതായത് നമ്മുടെ ലാലേട്ട ഫാൻസും നമ്മുടെ മമ്മൂക്ക ഫാൻസും. ഇവരെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ട ഫാൻസ് ആയിക്കോട്ടെ മമ്മൂക്ക ഫാൻസ് ആയിക്കോട്ടെ, രണ്ടുപേരും കൂടുതൽ വളരെ ടോക്സിക് ആയിട്ടുള്ള ഫാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ലാലേട്ടനെ ആയിക്കോട്ടെ മമ്മൂക്ക ആയിക്കോട്ടെ അവരെ ബോഡി ഷേമിങ് ചെയ്യുക, അല്ലാതെ ഓരോ പടമൊക്കെ ഉണ്ടാക്കി വിടുക, വളരെ ടോക്സിക് ആയിട്ട് വെറുതെ ഇവരുടെയൊക്കെ പേരും പറഞ്ഞ് സ്വന്തം വീട്ടിലിരിക്കുന്നവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറഞ്ഞ് കളിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഫാൻസ് ഉണ്ട്. ഈ വീഡിയോ കാണുന്നവരിൽ അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അങ്ങനെയൊന്നും ആവാതിരിക്കുക. നിങ്ങൾ ചുമ്മാ വല്ല ആൾക്കാരുടെ പേരിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ വീട്ടുകാരെ പറഞ്ഞ് കളിക്കാതിരിക്കുക. അതിന് പകരം ഒരു നടനെ ഇഷ്ടപ്പെടുമ്പോഴത്തേക്കിനും മറ്റൊരു നടനെ കളിയാക്കാതെ മറ്റൊരു നടനെ കൂടി ഇഷ്ടപ്പെടാൻ പഠിക്കുക. നിങ്ങളൊരു നടൻ്റെ ഫാൻ ആയിക്കോളൂ, മറ്റൊരു നടനെ അതുകൊണ്ട് ഇഷ്ടപ്പെടുന്നതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെയുള്ള കൈൻഡ് ഓഫ് ഫാൻസ് ഒരുപാട് ആൾക്കാരുണ്ട്, നല്ല നല്ല ആൾക്കാർ, ഒരുപാട് ആൾക്കാർ എനിക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ ഇവരുടെയൊക്കെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടുകാരെ പറഞ്ഞ് കളിക്കാതെ ഇതുപോലെ രണ്ടുപേരെ അപ്രിഷിയേറ്റ് ചെയ്യാൻ പഠിക്കുക, രണ്ടുപേരെയും കളിയാക്കാതെ എല്ലാവരും റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക. പിന്നെ വീഡിയോയെക്കുറിച്ച് തോന്നിയ കാര്യങ്ങൾ എന്താണെന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോഴത്തേനും നല്ല രീതിക്ക് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് വൾഗറായിട്ടൊന്നും കമൻറ്റ് ചെയ്യാതെ നല്ല രീതിക്ക് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ലൈക്ക് അടിച്ചേക്ക്. അപ്പം ശരി, ഓക്കെ, ബൈ.